ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. ഞാനാണെങ്കിൽ നേരത്തെയൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ നോക്കിയായിരുന്നു. കാരണം വെച്ചാൽ പക്ഷെ അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഇതെന്തോ സ്പേസ് ഫുള്ള് ഇതായിരുന്നു. കുറേ സ്പേസ് ഫുള്ളായി. അവിടെ ഞാൻ കുറേ ഗാലറിയിൽ നിന്ന് കുറേ ഫോട്ടോ ഇല്ലേ, അതിനെല്ലാം ചവിട്ടി പുറത്താക്കി. അപ്പം ഞാൻ ഇതിൽ മറ്റേ ഈ മൈൻക്രാഫ്റ്റാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. മൈ വേൾഡിൽ നമ്മളങ്ങനെ കയറിയിട്ടുണ്ട് ഗൈസ്. മൈ വേൾഡിനത് കുറേ വീടുകളൊക്കെ ഉള്ള ഇതിലാണെങ്കിൽ നമുക്ക് പറക്കാൻ പറ്റും. പിന്നെ ആദ്യമല്ല ഞാൻ വിചാരിച്ച് കുതിര ഉടക്കി നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് പറക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ ജെമിനിയുടെ അടുത്തൊക്കെ ചോദിച്ചു വന്നപ്പോൾ മനസ്സിലായി. പടച്ചോരെ DND അല്ല എൻ്റെ വീട് അതിവിടെ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ TNT അറിയാണ്ട് ഇവിടെ നിന്ന് വെച്ചു. അത് അതിൻ്റെ പൊട്ടിക്കല എന്താ പറയുക, ഇവിടെ ഇങ്ങനത്തെ മതിൽ വെച്ച് ഈ സ്ഥലം ഫുള്ള് പൊട്ടി ചിതറപ്പോയി. അതുകൊണ്ട് നമുക്ക് ഈ ഉണ്ട പൊട്ടിക്കാം, ഈ ഉണ്ട പൊട്ടിക്കാം, ഈ ഉണ്ട പൊട്ടിക്കാം, ഈ ഉണ്ട പൊട്ടിക്കാം, താഴത്തൊക്കെ കടന്ന് തുറക്കാം, കിടന്ന് തുറക്കാം. സ്ലീപ്പിംഗ് ത്രോട്ട് ഇതായിട്ട് ത്രോട്ട് തല തോട്ട് തയ്ക്കാത്. ഇതിൽ പറക്കണമെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നേരെ ഇങ്ങനെ നിൽക്കണം. ഇവിടെ പറക്കാൻ പറ്റിയില്ല കണ്ടോ, ഇങ്ങനെ ചെയ്താൽ മതി. അല്ലാ പൊട്ടി എൻ്റെ വീട് പൊട്ടിയില്ല. കുഴപ്പമില്ല. ഞാൻ വീടിന് വടക്കുണ്ടല്ലോ. ഈ ബ്ലോക്കിൻ്റെ പേരെന്താ ഞങ്ങൾക്ക് അറിയില്ല, പേരറിയില്ല, പക്ഷേ മറന്നുപോയി. പേരെന്തായിരുന്നു ചോദിച്ചു നോക്കണ്ടേ, ജെമിനിയോട് ചോദിച്ചു നോക്കിയാലോ. ബ്ലോക്ക് ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് ജെമിനിയോട് ചോദിച്ചു നോക്കാം. അതല്ല ജെമിനി എന്ന് പറഞ്ഞാൽ ഇവര് മറ്റേ ഓക്കെ പറഞ്ഞത്. അതെ, ബെഡ്റോക്ക് പോയി. ബെഡ്റോക്ക് അതാണ് അതിന് പേര്. ബെഡ് ബ്ലോക്ക് അല്ല, ബെഡ്റോക്ക്. ഇതെന്റെ ബെഡ്റോക്ക് ഇതാണ് ഗൈസ്. ഇത് വേറെ ഏതോ ഈ നല്ല പവറുണ്ട് ഇതാണ് ഗൈസ്. നമുക്ക് ഈ സ്ഥലം പൊക്കിയെടുക്കണം. ഈ സ്ഥലം ഒന്ന് നല്ല രീതിയിൽ പൊക്കിയെടുക്കണം, അല്ലെങ്കിൽ രസം ഉണ്ടാവില്ല. നല്ല രീതിയിൽ കോഴി ഇട്ടിട്ട് പൊക്കിയെടുക്കണം, അല്ലെങ്കിൽ തീരെ രസം ഉണ്ടാവില്ല. ഈ സ്ഥലം കുഴപ്പമില്ലാത്തതിന് ഇരിക്കട്ടെ. നമുക്കവിടെ ഫുള്ള് വെട്ടി നശിപ്പിക്കാം. നശിപ്പിക്കാനല്ല, അവിടെ വെട്ടാം. ഇത് നമ്മളതിൽ ശൗര്യം ഇരിക്കുന്നുണ്ട്. ഇത് മറ്റേ റിയൽ മൈൻക്രാഫ്റ്റ് കേട്ടോ. 40 ഇപ്പോൾ റിയൽ മൈൻക്രാഫ്റ്റിന്. അത് റിയലായിട്ട് ഞാൻ മേടിച്ചതാണ്. കൂട്ടാതെ ഇത്രയും വലിയ ഇതൊക്കെ ഉള്ള, അല്ലെങ്കിൽ മറ്റേ അല്ലാത്തതാണെങ്കിൽ ഫുള്ള് ഡൂപ്പായിരിക്കും. ഡൂപ്പ് റബ്ബായി ഡൂപ്പായിരിക്കും. അത് ഇത്ര നാളെ കളിച്ചോണ്ടിരുന്നത്. നമുക്ക് ഇവിടെ താഴോട്ട് ഇറങ്ങാനുള്ള ഒരു ഏണിയുണ്ട്, മുകളിലോട്ട് കയറാനുള്ള ഏണിയുണ്ട്. ഫുള്ള് സെറ്റപ്പായി. ഇതല്ല ഞാൻ പഠിച്ച വീടാ. നമുക്ക് ഇവിടെ 2 വീടുണ്ട് ഗൈസ്.
ഇപ്പുറത്തെ വീട് അങ്ങോട്ട് പോകണമെങ്കിൽ സിമ്പിളാണ്. അതിന് ഓടിച്ച് ഒരു പാലം വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വീട് വലുതാണ്, ആ വീട് ചെറുതാണ്. പിന്നെ ഇത് അപ്പുറത്തൊരു വീടുണ്ട് നമുക്ക്. ഇത് കണ്ട ഈ വീടാണ് ഇവിടെ ഈ ബ്ലോക്കാണ് കേട്ടോ. ഓക്കെ, ഇവിടെയാണ് ഈ ഒരു സൈഡ് മൊത്തം ആ ബ്ലോക്കാണ്. അത് ഇത് വലിയ വീടാണ് കേസ്. ഇത് കാണിച്ചു തരാം കേസ്. കളിക്കാൻ പറന്ന് കാണിച്ചു തരാം. ഇതിനുള്ളിൽ ഇതാണ് കേസ്. അല്ലോ, ഇതിൻ്റെ അകത്തുനിന്ന് ലൈറ്റ് എല്ലാം എവിടെ പോയി? ആരാടാ എൻ്റെ ലൈറ്റ് എടുത്തേ? എൻ്റെ ലൈറ്റെല്ലാം ആരും എടുത്തോണ്ട് പോയി. നമുക്ക് ടി.എൻ.ഡിന് നമുക്കൊരു കാര്യം ചെയ്താലോ? ഇതിൻ്റെ അകത്ത് വെച്ചിട്ടേ ഇതൊക്കെ പൊട്ടിച്ചാലോ? ഠോ ഠോ എന്ന് പറഞ്ഞിട്ട് ഈ സാധനം എന്ത് പറയുന്നു ഗേൾസ്? ടി.എൻ.ഡി ഉണ്ട് അവിടെ. വെക്കടാ, കയറ്റി വിടറാ. നമ്മൾ ഇതിനകത്ത് വെച്ചിട്ട് ഫുള്ള് പൊട്ടിക്കാൻ വെക്കാം. കണ്ട ഒച്ച കേട്ടോ. പക്ഷെ മേൽഭാഗമൊന്നും പൊട്ടിയില്ലാലും പൊട്ടി തീരെ നമ്മൾ ഇതിനകത്ത് നമുക്ക് ഫുള്ള് എറിഞ്ഞ് കളിക്കാം. സൈഡ് മൊത്തം എറിയാം. ഓക്കെ, ഇപ്പം അത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ലൈറ്റ് തപ്പാൻ അല്ലേ വന്നേ? നമ്മൾ എന്ത് തപ്പിക്കൊണ്ടിരിക്കുക? നമുക്ക് മറ്റേ ആ റോക്കറ്റ് കളയട്ടെ. നമുക്ക് ആ ബ്ലൂ സാധനം വെച്ചിട്ട് ഐസ് നമുക്കൊരു കുറേ കിട്ടും. നമുക്ക് ഇവിടെ ഒരെണ്ണം വെക്കാം. ഇതിന് വലിയ വെളിച്ചമൊന്നുമില്ല ഐസ്, വലിയ വെളിച്ചമൊന്നുമില്ല. ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ 4 ഭാഗവും വെച്ച് വെളിച്ചമൊന്നുമില്ല ഐസ്, വലിയ വെളിച്ചമൊന്നുമില്ല. ഇവിടെ ഒരെണ്ണം വെച്ചാൽ ഗോളാവോ? നമുക്ക് അവിടെ വെക്കണ്ട. വേറെ നല്ല രീതിയിൽ ഈ ലൈറ്റ് ഇത് നല്ലതാ. പണ്ടത്തെ സ്റ്റൈല്. മറ്റത് പണ്ടത്തെ പോലത്തെ എല്ലാത്തിൻ്റെ സൈഡിൽ ഒരെണ്ണം വെക്കാം. ഇപ്പം വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കാം. ഇപ്പം കഴിഞ്ഞു. നമുക്ക് ടി.എൻ.ഡി വെച്ചാലും ഇവിടെ ഹലോ വേണ്ട, എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചു. ടി.എൻ.ഡി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബെഡ്, ഇവിടെ 2 ബെഡ് വെക്കാം. 2 ബെഡ് ആൾക്കാർ കാണും. കുറച്ച് വെക്കാം. ഇതിന് വട്ടൊക്കെ ഒരു ബെഡ് വെക്കാൻ പറ്റുമോ? ഇല്ല, ആവില്ല. നമുക്ക് പിന്നെ സൈഡിൽ ബ്ലോക്ക് വെക്കണം. സൈഡിലൊക്കെ ഈ ബ്ലോക്ക് വെക്കാം. കുഞ്ഞി ബ്ലോക്ക് വെക്കുക ഗൈസ്. എൻ്റെ ഡിസൈനാണ്. ബെഡിൻ്റെ സൈഡിൽ ബ്ലോക്ക്. പക്ഷെ ബ്ലോക്ക് വന്ന് കിടക്കുന്ന ആളെ മേത്തോട്ട് വിടാ. തീർന്ന് ഒന്ന് നോക്കണം. തീർന്ന് അത്രയേ ഉള്ളൂ. നമുക്ക് ഈ ബെഡ് ഇച്ചിരി പൊക്കണം ഗൈസ്. ഈ ബ്ലോക്ക് ഇച്ചിരി പൊക്കണം. ബ്ലോക്ക് പൊക്കിയില്ലെങ്കിൽ പണി കിട്ടും. നമുക്ക് ഈ ബ്ലോക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് ചെയ്യേണ്ട വെച്ചാൽ ഇവിടെ വെക്കാം. ഇങ്ങനെ കൊടുക്കാം. ഈ 2 ഇവിടെ ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. എൻ്റെ പുതിയ ഇത് കൊടുക്കാം. ഇവിടെ ഒരു ഡോറ് വെക്കാം. അവിടെ ഫുള്ള് ബ്ലോക്ക് വെക്കാം. അത് ലൈറ്റല്ല, നമുക്ക് ലൈറ്റ് വേണമെങ്കിൽ ഇവിടെ വെക്കാം. എപ്പോഴെങ്കിലും കുഴപ്പമില്ല. ടി.എൻ.ഡി വെച്ചാലും ഇതുകൊണ്ട് രാത്രി ഉറങ്ങുമ്പോൾ പൊട്ടിത്തെറിച്ചാലോ? പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ടി.എൻ.ഡി വെച്ചിട്ട് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റേ വീടെല്ലാം ഫുള്ള് ടി.എൻ.ഡി വെച്ച് പൊട്ടിത്തെറിച്ച് പോയതേ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ബ്ലോക്ക് അവിടെ വെച്ചിട്ട് സെറ്റാക്കി. ഈ സൈഡ് നോക്കി. ഇവിടെ ഒരു സീക്രട്ട് റൂമുണ്ട്. ഇനി ഇവിടെ കിടന്നിട്ട് നോക്കാം. സീക്രട്ട് റൂമാണ്. പുറത്തോട്ട് പോകണമെങ്കിൽ ജനലും ഉണ്ടാവും. അതൊക്കെ നമ്മൾ അടുത്തതിൽ എത്തും.
നമുക്കിനി അടുത്ത ക്ഷീണം വെച്ചാൽ നമുക്ക് ഈ വെള്ളത്തിൽ പോയിട്ട് അടി ഒന്ന് മുങ്ങിയിട്ട് വരാം. എന്തെങ്കിലും കാഴ്ചകളുണ്ട് നമുക്ക് പോയിട്ട് വരാം. വെള്ളത്തിനടിയിൽ വെച്ചിട്ട് നമുക്ക് അത് TNT ഒട്ടിച്ചാൽ എന്ത് പറയുന്നു? ഓക്കെ, TNT ഒട്ടിക്കാം. ബട്ടൺ ഉണ്ടോ? ബട്ടൺ കിട്ടി. ഇനി എടുത്ത് TNT ഒട്ടിക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അക്കത് പ്രാന്താണ്? പ്രാന്തല്ല. ഇങ്ങനെ പൊട്ടിക്കുവാനൊക്കെ എന്താ അറിയേണ്ടത്? ആനന്ദം, പരമാനന്ദം മൊത്തം പൊട്ടിക്കാൻ വെക്കാം. പൊട്ടിക്കോ നല്ല രീതിയിൽ പൊട്ടിക്കോ. പൊട്ടിക്കോ എന്നിട്ട് പൊട്ടിക്കോ. ആ പൊട്ട്. ഇതിലേക്ക അതിന് അവിടെ ഒരെണ്ണം വെക്കാം, അത് പൊട്ടിക്കാം. അവിടെ ഒരെണ്ണം വെക്കാം, അത് പൊട്ടിക്കാം. എല്ലാം പൊട്ടി. ഇനി നമുക്ക് വെള്ളത്തിനടിയിൽ കുറച്ച് TNT ഉണ്ട്, അത് പിന്നെ പൊട്ടിക്കാം. അല്ലാണ്ട് ഇപ്പം തന്നെ പൊട്ടിക്കാം. ഫിഷിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇപ്പം പൊട്ടിത്തെറിക്കും. പൊട്ടും. ഞാൻ തെറിച്ചുപോയി. വേറെ ആരുടെ ആരുടെ സ്ഥലത്ത് വരുന്നത്? പോടാ. നമുക്ക് ഏതാ ഓടിക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഒരു വേത്തോട്ട് വിടാം. ഒരു തലക്ക് എന്താ പിടിച്ചോ? എന്തൊരു സുഖം പരമാര. നമുക്ക് വീട് നോക്കി കൊടുത്താലോ? പക്ഷെ വീടിനൊന്നും ആവില്ല. അത്രയും നമുക്കൊരു നിക്കടാ. പോയി ബൈ. വീട്ടിനകത്ത് കയറി കുത്തിയിരുന്ന് ഉറങ്ങുക. നമുക്ക് വീട്ടിനകത്ത് കയറി ഉറങ്ങാം. വേഗം പോട്ടെ. വീട്ടിനകത്ത് സോംബി കയറും. സോംബി എന്ത് ചെയ്യൂലേ നമ്മളെ? അതാ ഒരു ഡോർ എടുക്കുക. അവിടുത്തെ നമുക്ക് പോയിട്ട് ഉറങ്ങാം. വേഗം ഡോർ എടുക്കട്ടെ. നമുക്കൊരു പുതിയൊരു വീട് വെച്ചാലോ? എന്തു പറയുക? നമുക്ക് വേഗം തുറക്കാം. വേഗം ഇറങ്ങിയിട്ട് പോവാം. ഇവിടൊക്കെ അടക്കട്ടെ. ഇതെല്ലാം എന്തിനാണ് അവിടെ കൊണ്ടുവച്ചു? അറിയില്ല. നമുക്ക് ദൂരെ കൊണ്ടുവച്ചൊരു വീട്. ഇതാണ് സോംബിയാ. കൊള്ളാലോ സോംബി. രാവിലെ എങ്ങനെ സോംബിൻ്റെ മേത്ത് ഫുള്ള് തീ പിടിക്കും. നമുക്ക് നമ്മളെ അങ്ങോട്ട് വിടാം. നമുക്കിതാ താഴേലോട്ട് പോവാം. അടിക്ക്. ആരൊക്കെ ഉണ്ടായാലും കേസ് നമ്മൾ ഇതടിക്കും. TNTയിലോട്ട് ഇതടിച്ചാലോ? ഒട്ടൂല. എന്തായാലും അടിച്ചു നോക്കാം. നമുക്ക് താഴെ പോയിട്ട് TNTയിലടിക്കാം. എടാ പൊട്ടടാ. പൊട്ടത്തൂലേ? ഞാൻ നോക്കാം. നമുക്ക് ഇവിടെ വീട് വെക്കാം. അതിവിടെ നമുക്ക് നിരപ്പാക്കണം. നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ഒരു നിരത്തി വെക്കണം. ഇങ്ങനെ നല്ല രീതിയിൽ നിരത്തണം. നമുക്ക് ഈ സ്ഥലം ഇച്ചിരി നിരത്തണം ഗൈസ്. ഇവിടെ നമുക്ക് ഇവിടെ വീട് വെക്കാം. വീടിൻ്റെ പണി ചിലപ്പോൾ ഇന്ന് ചിലപ്പോൾ കഴിയും. എനിക്ക് അടുത്ത പാർട്ടിൽ കഴിയുമോയെന്ന് അറിയില്ല. അടുത്ത പാർട്ട് ഉണ്ടാവുമോയെന്ന് തന്നെ അറിയില്ല ഗൈസ്. ഇതിൻ്റെ പാർട്ട് ചിലപ്പോഴേ ഉണ്ടാവും. എനിക്ക് മടിയൊന്നുമില്ല. പക്ഷെ എന്തായാലും കുട്ടിയെ പോലെ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ഉണ്ടാക്കിയാലോ? ഒരു കാർ ഉണ്ടാക്കിയാലോ? കാറ് ഡമ്മി കാറ്. ഇങ്ങനത്തെ നിരന്ന സ്ഥലം നമുക്ക് ഉണ്ടായിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്.
നമുക്കൊരു കാർ ഉണ്ടാക്കാം അവിടെ, ചെറിയ കാർ. അല്ല, കാറിനെക്കാട്ട് നല്ലതല്ലേ ഒരു വേസ്റ്റ് ബക്കറ്റ്. ഒരു വേസ്റ്റ് ബക്കറ്റ് വെക്കാം, ചെറിയ വേസ്റ്റ് ബക്കറ്റ്. ഞാൻ വേസ്റ്റ് ബക്കറ്റ് ഒന്നും വേണ്ട. നമുക്ക് പിന്നെ എന്താ വെക്കാം, നമുക്ക് ദൂരെ പറന്നു പോയി നോക്കാം. അപ്പുറത്തൊരു വേൾഡ് ഉണ്ട്, ഇപ്പുറത്തൊരു വേൾഡ് ഉണ്ട്. ഇപ്പുറത്തെ വേൾഡ് ഇപ്പോൾ എന്ത് കിട്ടും? നല്ല അടി കിട്ടുമോ അറിയില്ല. നമുക്ക് ഇപ്പുറത്തെ വേൾഡ് പോവാം. ഫുള്ള് മരമാണല്ലോ, നമുക്ക് മരമെല്ലാം വീട്ടിക്കോട്ട് വേടുത്ത്. ഇവിടെ ഫുള്ള് കോടുണ്ട്, ഇഷ്ടംപോലെ കോടുണ്ട്. കോടെല്ലാം സുത്തം നമുക്ക് മൊത്തം വെട്ടി നശിപ്പിക്കാം. ഇത് വെച്ചിട്ട് ഒന്നും വെക്കണ്ട, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുക. ഞാൻ എന്താ പറയാ, മരങ്ങളൊന്നും വെട്ടി നശിപ്പിക്കരുത്. കാരണം വെച്ചാൽ മരം നമുക്ക് തടലൊക്കെ തരുന്ന കേസ്. നമ്മളെ വീട് ഇപ്പം ചിലപ്പോൾ തന്നെ വൈൻഡപ്പ് ആവും, പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ കഴിക്കണതൊന്നും കഴിച്ചിട്ടില്ല. അത് ഇവിടെ പോയിട്ട് വീടിന് പടുക്കത് ഡിസൈൻ കൊടുത്തിട്ട് നമുക്ക് വീഡിയോ നിർത്താം. നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഇതൊന്ന് സംഭവം നമുക്ക് കൊടുത്തിട്ട് അങ്ങനെ കൊടുത്തിട്ട് നടുക്കൊരു സെറ്റ, എന്നിട്ട് നമുക്കൊരു കൊള്ളി അങ്ങ് വെച്ച് കൊടുക്കാം. അത്രേ ഉള്ളൂ, ഒരു കൊള്ളി. ഇത് നമ്മൾ കുറച്ച് മറ്റേ TNT അല്ല, മറ്റേ ഇങ്ങനെ പറന്നു പോകുന്ന സാധനമില്ല, ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് അത് വെക്കാം ആദ്യം. അത് ഈ ചെയിൻ എന്താ ഞാൻ നോക്കട്ടെ. ചെയിൻ എന്താ ഇതുവരെ നോക്കിയിട്ടില്ല. വാട്ട് ഈസ് ചെയിൻ? ചെയിൻ എന്താ പോകാനോ? ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാം. മറ്റേ കുതിരയിലും കണ്ടില്ല. ചെയിൻ ഇന്നത്തെ സാധനം പിന്നെ എന്തൊക്കെയോ ഉണ്ട് കേസുകൾ, ഒന്നും തിരിയുന്നില്ല. നമുക്ക് ആദ്യം ആ മുകളിലോട്ട് സ്പീഡിട്ട് വിടുന്ന റോക്കറ്റ് ഇല്ലേ, അത് നോക്കാം. റോക്കറ്റ് ഇതവിടെ പോയി കിടക്കുക. TNT ഒന്നും എനിക്ക് ഉണ്ടാക്കുക. റോക്കറ്റ് കിട്ടി, നമുക്ക് റോക്കറ്റ് വെച്ചിട്ട് പൊട്ടിക്കാം. നമുക്ക് ആദ്യം റോക്കറ്റ്, എന്നിട്ട് TNT. സുനാമി ഇവിടെ കുറച്ചുകൂടെ TNT വെച്ച് പൊട്ടിച്ച് ചെയ്താൽ സുനാമി വരും. പക്ഷേ ഈ വീടിൻ്റെ അടുത്ത് വെച്ച് ഒരിക്കലും ഞാൻ പൊട്ടിക്കൂല. ഇതേതാ അതിൻ്റെ സ്ഥലത്ത് പോടാ, അവരൊക്കെ അമ്മമില് കൊടുത്താൽ ഇതാവും. നമുക്ക് ഇവരെ അമ്മമില് കറക്റ്റ് ഒരു ഗ്യാസ് ഭാഗത്തോട്ട് കുറച്ച് അപ്പോൾ പശു ഒന്നും പാടില്ല. പോടാ, പശു മാറണത്. പശു ഇവനെ കണ്ടു നോക്കൂ, കിട്ടിയില്ലേ? ഇനി പോയിക്കോ. കൊഞ്ഞനെ കുത്തി കടിക്കുന്ന എന്താ വിളിച്ചോ? അല്ല, അവക്ക് അത് ഇവിടെ ഇങ്ങനെ വെച്ച് പൊട്ടി. ഇത് അവക്ക് വീടിനും അടക്കം വെച്ച് പറഞ്ഞാൽ പൊട്ടിക്കാം. രാത്രി പൊട്ടിക്കാനാണ് രസം. ഒരു TNT വെച്ചിട്ട് പൊട്ടിക്കേരി. ഇനി അടുത്ത് എവിടെയാ? നമുക്ക് അപ്പുറത്തെ പറമ്പിൽ പോവാം. ഇവിടെ ഇഷ്ടംപോലെ TNT വെറുതെ കിടപ്പുണ്ട്. ഒരു വട്ടം വാങ്ങുക, അത്രേ ഉള്ളൂ. ഒരു വട്ടം വാങ്ങുക, ആ വട്ടം എടുക്കുക, ഇതിനകത്തിടുക, ആ TNTയുടെ വട്ടം കൊണ്ടൊന്ന് വെക്കുക, ഇതൊക്കെ കൊടുക്കുക, മാറി വെക്കുക, അത്രേ ഉള്ളൂ. പൊട്ടും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യും. കൂടാതെ ബെൽബട്ടൺ അമർത്തണം. നമ്മളിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.
എല്ലാവർക്കും ഗുഡ് ബൈ. ടാറ്റ. വൈൻഡപ്പായില്ലേ?